പാലക്കാട്ട് 9 വയസ്സുകാരുടെ കൈമുറിച്ച സംഭവം കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ നടപടിയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലാണ് KGMAയുടെ പ്രതിഷേധം. ഗോകുൽ VS വിവരങ്ങൾ വായിച്ചിട്ടുണ്ട്. ഗോകുൽ, ഡോക്ടർമാരുടെ സംഘടന എന്താണ് വാദിക്കാൻ ശ്രമിക്കുന്നത്? KGMA വാദിക്കുന്നത്, അതായത് ഈ വിഷയത്തിലെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ആശുപത്രിയിൽ പ്രോട്ടോകോൾ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ സസ്പെൻഷൻ ഉത്തരവിൽ പ്രോട്ടോകോൾ വീഴ്ച ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ വ്യക്തതയില്ല. കൃത്യമായ അന്വേഷണം നടത്തി, സമഗ്ര അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടുകയുള്ളൂ. ഇത് ഒരു ജനവികാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. ഇതിനെ നിയമപരമായി നേരിടുമെന്നുള്ളതാണ് KGMA പറയുന്നത്. അവർ പറയുന്നത് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു പ്രോട്ടോകോൾ വീഴ്ചയുണ്ടെന്ന്. പക്ഷേ അതേസമയം തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രാഥമികമായി 2 അന്വേഷണ റിപ്പോർട്ടുകൾ വന്നു. ഈ 2 അന്വേഷണ റിപ്പോർട്ടിലും ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഈ കാരണം പറഞ്ഞ് ഈ ജീവനക്കാരെ, ഈ 2 ഡോക്ടർമാരെ എങ്ങനെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളതാണ് KGMA ചോദിക്കുന്നത്. ഇതിലൊരു വ്യക്തത വേണം, സമഗ്ര അന്വേഷണം വേണം എന്നുള്ളതൊക്കെയാണ് KGMAയുടെ ആവശ്യം.